ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. FSSAI, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, പാല് യൂസ് ചെയ്യുന്നവർക്ക് ഒരു വാർണിംഗ് കൊടുത്തിട്ടാണ് ഉള്ളത്. പാല് എന്ന് പറയുമ്പോൾ പാക്കറ്റ് പാലാകാം, സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കുന്ന പാലാകാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പാലാകാം. ഏത് തരത്തിലുള്ള പാലായിരുന്നാലും ശരി, FSSAI പറഞ്ഞുള്ള രണ്ട് പ്രശ്നങ്ങളാണ് FSSAIയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പ്രശ്നം അഡൾട്രേഷൻ ആണ്. രണ്ടാമത്തെ പ്രശ്നം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആണ്. അഡൾട്രേഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അഡൾട്രേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഡിറ്റർജന്റ് മുതൽ വലിയ വലിയ കെമിക്കൽസ് വരെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് FSSAIയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഡിറ്റർജന്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് FSSAI പറഞ്ഞിട്ടുള്ളത് ഒരു 5 to 10 മില്ലി പാലെടുത്തിട്ട് ഒരു കുപ്പിയിലിട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്തതിനു ശേഷം അതിൽ ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഡിറ്റർജന്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. കാരണം നോർമലി ഒരു മിൽക്ക് ആണെങ്കിൽ അത് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബബിൾസ് വരില്ല എന്നാണ് FSSAI പറഞ്ഞിട്ടുള്ളത്. കെമിക്കൽസിന്റെ കാര്യം എടുത്തു നോക്കുകയാണ്, ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ എന്ന് പറയുന്നത് മാൽറ്റോഡെക്സ്ട്രൈൻ ആണ്. ഇതിന്റെ കെമിക്കൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് മിൽക്ക് എടുക്കുക, കുറച്ച് പാലെടുക്കുക, ഒരു 10 15 മില്ലി പാലെടുത്തിട്ട് അതിൽ അയോക്സിൻ റീ ഏജന്റ് യൂസ് ചെയ്തിട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് അവിടെ വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞാൽ അതിന്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മായം യൂസ് ചെയ്യുന്നത്, ആ കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇങ്ങനെയാണ് ഈ കെമിക്കൽസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രശ്നം അവർ പറഞ്ഞിട്ടുള്ളത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആണ്. നമുക്കറിയാം, നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആന്റിബോഡീസ് എടുക്കുന്നുണ്ട്, ഡ്രഗ്സ് എടുക്കുന്നുണ്ട് നമ്മളുടെ ഹെൽത്ത് ഒക്കെ ആവാൻ വേണ്ടിയിട്ട്. എന്നാൽ അതുപോലെ തന്നെയാണ് ആനിമൽസിന്റെ കാര്യത്തിലും. ആനിമൽസിന് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഡിസീസസും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആന്റി മൈക്രോബിയൽ ഡ്രഗ്സ് എടുക്കുന്നുണ്ട്. എന്നാൽ ഇത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാത്ത രീതിയിൽ ഹൈ ഡോസേജിലോ അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡോസിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യും? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആ മൃഗങ്ങളിൽ അനുഭവപ്പെടുകയും അതിനുശേഷം ഈ മിൽക്ക് നമ്മൾ കുടിക്കുന്ന, ഈ പാൽ നമ്മൾ കുടിക്കുന്നതിലൂടെ നമ്മൾക്ക് ആ ഒരു ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വരും. അങ്ങനെയാണെങ്കിൽ ഈ ആന്റിബോഡി ഡ്രഗ്സ് ഒന്നും നമുക്ക് പിന്നെ എഫക്റ്റീവ് ആകാതെ വരും. അത് നമ്മളുടെ ഹെൽത്തിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയിക്കനെ മറ്റൊരു ലെവലിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റേ ട്യൂൺ ഫോർ another video. Thanks for watching.